ഇനി ഇംപ്ലിസിറ്റ് മെമ്മറിയിലെ അല്ലെങ്കിൽ നോൺ ഡിക്ലറേറ്റീവ് മെമ്മറി എന്ന് പറയുന്നത് ഒരു അൺകോൺഷ്യസ് ലെവലിൽ വരുന്നതാണ്. അതായത് ഇപ്പം അതിൽ 3 ഡിവിഷൻസ് ഉണ്ട്: പ്രൊസീജിയറൽ മെമ്മറി, ക്ലാസിക്കൽ കണ്ടീഷനിങ് മെമ്മറി, പ്രൈമിംഗ് എന്ന് പറയും. ഇനി പ്രൊസീജിയറൽ മെമ്മറി എന്ന് പറയുമ്പം അൺഎക്സ്പ്ലെയിനബിൾ ആണ്. കാരണം നമുക്ക് ഒരിക്കലും എക്സ്പ്ലെയിൻ കഴിയാത്ത ഒരു കാര്യമാണ് ഈ പ്രൊസീജിയറൽ മെമ്മറി വരുന്നത്. അതായത് എക്സാമ്പിൾ നമ്മൾ എപ്പോൾ തൊട്ട് നടന്നു തുടങ്ങി അല്ലെങ്കിൽ എപ്പോൾ തൊട്ട് നമ്മൾ വണ്ടി ഓടിച്ചു തുടങ്ങി, അതൊന്നും ഒരിക്കലും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ഓർമ്മകളാണ് പ്രൊസീജിയറൽ മെമ്മറിയിൽ ഉൾപ്പെടുന്നത്. ഇനി ക്ലാസിക്കൽ കണ്ടീഷനിങ് മെമ്മറി എന്ന് പറയുമ്പോൾ അവിടെ പാവ്ലോയുടെ സ്റ്റിമുലസും റെസ്പോൺസും ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കൊരു എക്സാം ഹാൾ കിട്ടി, അല്ലെങ്കിൽ അതൊരു ക്ലാസ് മുറിയാണ്. നമ്മൾ സ്ഥിരം അവിടെ ഒരു 10-15 ദിവസം നമ്മളവിടെ എക്സാം എഴുതാൻ പോകുന്നു. അപ്പം സ്വാഭാവികമായിട്ടും ആ പരീക്ഷയുടെ ഒരു ആശങ്കയും ആൻസൈറ്റി ഒക്കെ നമുക്കുണ്ടാവും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബേസിൽ നമ്മൾ പിന്നീട് എപ്പോൾ ആ ക്ലാസ് മുറി കണ്ടാലും നമുക്ക് ആ ഒരു ആ ഒരു ആൻസൈറ്റി നമുക്ക് ഉണ്ടാവും. അതിനെ അല്ലെങ്കിൽ പാവ്ലോയുടെ ക്ലാസിക്കൽ കണ്ടീഷനിങ് നമ്മൾ ഓർത്താലും മതി. ഒരു ജീവിയെ കൂട്ടിനകത്തിട്ടിട്ട് പുറത്ത് ഭക്ഷണം കൊണ്ട് വയ്ക്കുമ്പോൾ സലൈവ വരുന്ന അങ്ങനെയുള്ളൊരു ഇത് പരീക്ഷണം ഓർമ്മിച്ചാലും മതി. ഇനി പ്രൈമിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബിഹേവിയറിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ആണ്. ഇപ്പം നമ്മൾ സന്മാർഗങ്ങളെക്കുറിച്ചുള്ള കുറേ കഥകളും ചിത്രങ്ങളും ഒക്കെ കണ്ട് പിന്നീട് നമ്മുടെ ക്യാരക്ടറിൽ ആ ഒരു ഇത് വരുന്ന ആ ഒരു ക്യാരക്ടറിൽ നമ്മൾ ആ ഒരു സ്വഭാവം വരുന്നത് ഒരു എക്സാമ്പിൾ പറയാം. പിന്നെ ഇപ്പം ഒരു ആപ്പിളിൻ്റെ ചിത്രം കാണിച്ചു കൊടുത്തിട്ട് ഫ്രൂട്ട് എന്നുള്ള ഒരു കണക്ഷൻ കിട്ടുന്നത്, അല്ലെങ്കിൽ യെല്ലോ എന്ന് പറയുമ്പോൾ കുറേ വാക്കുകളിൽ നിന്ന് ബനാന കണക്ട് ചെയ്ത് എഴുതാൻ പറ്റുന്നത്, അതെല്ലാം നമ്മൾ മുമ്പ് കണ്ടതോ കേട്ടതോ ആയ കാര്യങ്ങളിൽ നിന്നും നമുക്ക് പ്രസൻറ്റ് ടൈമിലെ കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റുന്നതിനെയാണ് ഇവിടെ പ്രൈമിംഗ് എന്ന് പറയുന്നത്.